ഇന്ന് ഞങ്ങൾ ഇവിടെ അടുത്തുള്ള സ്വിമ്മിംഗ് പൂൾക്ക് പോവാണ്. ഫുഡൊക്കെ കഴിച്ചതിന് ശേഷമാണ് കേട്ടോ ഞങ്ങൾ ഇറങ്ങിയിട്ടുള്ളത്. 2 മണിക്കാണ് ടൈം ബുക്ക് ചെയ്തിട്ടുള്ളത്. ഇവിടെ അടുത്ത് തന്നെയാണ്. അതുപോലെ തന്നെ ഞങ്ങൾ ഒരുപാട് പ്രാവശ്യം പോയിട്ടുണ്ട്. പിന്നെ വീഡിയോസും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. ഇപ്പം വെക്കേഷൻ ആയതുകൊണ്ട് വീട്ടിലെല്ലാവരും ഉണ്ട്. അപ്പം ഞങ്ങൾ വിചാരിച്ചു അങ്ങനെ എല്ലാവരും ഒരുമിച്ച് പോവാമെന്ന്. അങ്ങനെ അവിടെ എത്തി ഞങ്ങൾ ഫാമിലി പാക്ക് ആണ് എടുത്തത്. അപ്പം എന്താണ് വേറൊരാളെ ആ ടൈമിൽ കയറ്റൂല. അപ്പം നമുക്ക് നല്ല പ്രൈവസി ഉണ്ടാവും ചെയ്യും. അങ്ങനെ ഫാമിലി ടൈമാണ് ഞങ്ങൾ എടുത്തത്. അവിടെ എത്തി പിന്നെ ദാ നമ്മൾ നേരെ അവിടേക്ക് കയറി ട്ടോ. ഇത് അത്യാവശ്യം നല്ല വലിയ ഒരു സ്വിമ്മിംഗ് പൂൾ തന്നെയാണ് ട്ടോ. പിന്നെ നമ്മൾ ഇറങ്ങുന്ന ടൈം ആ ഒരു ഭാഗത്ത് മാത്രം നമ്മളൊരു കഴുത്തിൻ്റെ അത്ര വെള്ളം, പിന്നെ ബാക്കി അങ്ങോട്ട് താഴേക്ക് പോകും തോറും ഭയങ്കര ആഴമുണ്ട്. അതായത് നമ്മളെ മുങ്ങാൻ മാത്രമുള്ള ആഴമുണ്ട്. പിന്നെ കുട്ടികൾക്കായിട്ട് അപ്പുറത്ത് ചെറിയ ഒരു സ്വിമ്മിംഗ് പൂളുണ്ട്. അവരെ അരക്കൊക്കെ ഇത്ര ഒരു സ്വിമ്മിംഗ് പൂളും ഉണ്ട് ട്ടോ. പിന്നെ അവൾക്ക് വെള്ളത്തിനോട് അങ്ങനെ പേടിയൊന്നുമില്ല. അപ്പോൾ ഓള് ഇത് കണ്ടപ്പോൾ തന്നെ പെട്ടെന്ന് ഡ്രസ്സ് അയക്കാൻ വേണ്ടിയിട്ടാണ് നിൽക്കുന്നത്. പിന്നെ അവളെ ഡ്രസ്സ് അയച്ച് ഇവിടെ നിർത്തി കൊടുത്തത്. ഞാൻ വീഡിയോ എടുത്ത ഗ്യാപ്പിൽ അവൾ ചാടാൻ വേണ്ടിയിട്ട് ഇങ്ങനെ റെഡി ആയി നിൽക്കുകയാണ്. പിന്നെ ഞാൻ അധികം എനിക്ക് ഇതിൽ നീന്താൻ കഴിഞ്ഞിട്ടില്ല. കാരണം എന്താ വെച്ചാൽ അവൾക്ക് ഞാൻ എല്ലാവരും ഇറങ്ങുന്നത് കണ്ടിട്ട് അവൾക്ക് തീരെ പേടിയില്ലാത്തതുകൊണ്ട് അവളിങ്ങനെ ഇറങ്ങിയോണ്ടിരിക്കുക. പിന്നെ ഓളാണെങ്കിൽ എൻ്റെ അടുത്തല്ലാതെ ആരുടെ അടുത്തും നിൽക്കണില്ല, കരയിലൊന്നും നിൽക്കണില്ല. അപ്പം അവളെ ട്യൂബിൽ ഇങ്ങനെ നിർത്തി ഇങ്ങനെ ഓളെ കളിപ്പിക്കുകയാണ്. എനിക്കധികം ചാടാനൊന്നും കഴിഞ്ഞിട്ടില്ല. ലാസ്റ്റ് ഒരു മണിക്കൂർ ആവുന്നതിന് മുമ്പ് കുറച്ച് ലാസ്റ്റ് ഒരു 10 മിനിറ്റ് ഉമ്മ എടുത്ത് കൊണ്ടുപോയിട്ട് കുറച്ച് ആ സമയം കുറച്ചൊന്ന് എനിക്കിതിൽ കളിക്കാനേ കഴിഞ്ഞിട്ടുള്ളൂ. പിന്നെ താത്തൻ്റെ മോനും ഉണ്ടായിരുന്നു. അപ്പോൾ രണ്ടാളും കൂടി ഇറങ്ങി ട്യൂബിൽ ഇങ്ങനെ കളിക്കുകയാണ് കേട്ടോ ചെയ്തിട്ടുണ്ടായത്. പിന്നെ എല്ലാവരും കുറേ സമയം അവിടെ ചാടലും അതുപോലെ ട്യൂബ്, ബോള് അങ്ങനത്തെ സാധനങ്ങളൊക്കെ അവിടെ ഉണ്ട്. പിന്നെ നമുക്ക് ഡ്രസ്സ് മാറാനുള്ള സൗകര്യങ്ങളും ബാത്റൂമും കുളിക്കാനുള്ള കാര്യങ്ങളും അങ്ങനത്തെ എല്ലാവിധ സൗകര്യങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ അല്ലാതെ നമ്മൾ സിംഗിളായിട്ട് വരികയാണെന്നുണ്ടെങ്കിൽ ഒരാൾക്ക് 100 രൂപയും കുട്ടികൾക്ക് 60 രൂപയാണ് കേട്ടോ വരുന്നത്. ഫാമിലി ആകുമ്പോൾ നമ്മൾ 1000 രൂപ അങ്ങനെയൊക്കെയാണ് കേട്ടോ വരുന്നത്. പിന്നെ അതൊക്കെ കഴിഞ്ഞു നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയപ്പം ഇവിടെ സ്കൂളിൽ ഉള്ള കുട്ടികൾ പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് വന്നിട്ടുണ്ട്. പിന്നെ അതിൻ്റെ സൈഡ് ഭാഗം നല്ല ചെടിയും കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ലൊരു ആംബിയൻസ് ആണ്. അത് കഴിഞ്ഞിട്ട് നമ്മൾ അതിൻ്റെ അടുത്ത് തന്നെ സാധാരണ ഒരു ബ്രോസ്റ്റിൻ്റെ കട ഉണ്ട്. അവിടെ നിന്ന് നമ്മൾ കഴിക്കലുണ്ട്. ഇപ്പോൾ അവിടെ അടച്ചിട്ടുണ്ട്. കുറച്ച് ദിവസമായിട്ട് ഗ്യാസിൻ്റെ ഒരു പ്രശ്നം കൂടെ അടച്ചിട്ടുണ്ട്. പിന്നെ അതിൻ്റെ കുറച്ച് അപ്പുറത്ത് പോയപ്പോൾ അവിടെ ഉപ്പിലിട്ടതും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ വാങ്ങി കഴിച്ചു കേട്ടോ.